Greetings, everyone. I'm going to make a small presentation on the topic in introduction to the Indian film industry. So, Indian cinema എന്ന് പറയുന്നത് തന്നെ one of the largest film industry ആണ് വേൾഡിൽ തന്നെ. ആൻഡ് ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളത് മാത്രമല്ല, അറൌണ്ട് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിളിനെ എംപ്ലോയ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിലും ഇന്ത്യ വളരെ ഫേമസ് ആണ്. സോ ഈ ഒരു പ്രസൻറ്റേഷൻ സ്ട്രക്ചർ ചെയ്തേക്കുന്നത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഇറാസ് ത്രൂ വിച്ച് ദ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഡെവലപ്ഡ് ആസ് വെൽ ആസ് ദി സൈലൻറ്റ് ഇറ എന്ന് ഉള്ള ഒരു പീരീഡിനെ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ മാപ്പിൽ കാണുന്ന പോലെ തന്നെ ഇന്ത്യ പോലെ തന്നെ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രിയാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ എന്താ ഓരോ സ്റ്റേറ്റുകൾക്കും അവരുടേതായിട്ടുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രി ഉണ്ട് എന്ന് പറയുന്നത് ഒരു വണ്ടർ ജനറേറ്റിംഗ് ഒരു ഫാക്റ്റ് തന്നെയാണ്. സോ ഏർലി അറ്റംപ്റ്റ്സ് പരിശോധിക്കുമ്പോൾ അത് ഫോറിനേഴ്സ് തന്നെയാണ് ഈ ഒരു ഏർലി അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രോമിനൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് ലൂമിയർ ബ്രദേഴ്സിൻ്റെയാണ്. സോ അവർ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു മോഷൻ പിക്ചർ ഡെവലപ്പ് ചെയ്യുകയാണ് 1896 ആൻഡ് അറൌണ്ട് 6 റൗണ്ട്സ് ഓഫ് ഫിലിം ഡിസ്പ്ലേ അവർ കണ്ടക്ട് ചെയ്യുകയാണ് ബോംബെയിൽ. ആൻഡ് കോക്കനട്ട് ഫെയർ, ആർ ഇന്ത്യൻ എംപയർ തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഫസ്റ്റ് ഫിലിമായിട്ട് അറിയപ്പെടുന്നത്. ആൻഡ് ആരത് പ്രൊഡ്യൂസ് ചെയ്തു, ആര് ഡയറക്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഒരു അനോണിമസ് ഫോട്ടോഗ്രാഫറാണ് അത് ഷോട്ട് ചെയ്തതെന്നുള്ളൊരു ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ആൻഡ് ഇത് ഇന്ന് കാണുന്ന പോലെ തിയേറ്ററിൽ സംവിധാനത്തിലല്ല ബിൽഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു ടെൻറ്റ് ഡിസ്പ്ലേ ആണ് ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അത് കൊളറെല്ലോ അതുപോലെ കോർണലിയ എന്ന് പറയുന്ന 2 വ്യക്തികളാണ് ആസാദ് മൈതാൻ ബോംബെയിൽ. ആൻഡ് പിന്നീട് അങ്ങോട്ട് ഒരു സീരീസ് ഓഫ് ഷോർട്ട് ഫിലിംസ് വ്യത്യസ്ത വിഷയങ്ങൾ നടന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് കമ്മിങ് ടു ദ ടൈം ലൈൻ, വി നോ ദാറ്റ് 1896 തൊട്ട് ഒരു 1930 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സൈലന്റ് ഇറേൻ്റെ കാലഘട്ടമാണ്. ആസ് ദ ടേം ഡിനോട്ട്, സൗണ്ട് ട്രാക്ക് ഇല്ലാത്ത മോഷൻ പിക്ചേഴ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷെ എന്നാലും നമുക്കറിയാം ഇത് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് സിത്താറ്, വയലിന്, ഹാർമോണിയം തുടങ്ങിയിട്ടുള്ള പല മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും അവിടെ യൂസ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ആൻഡ് പീരീഡ് ഫ്രം 1930 ടു 1950 എന്ന് പറയുന്നത് ആദ്യമായിട്ടൊരു സൗണ്ട് ട്രാക്ക് മൂവി അലമാര റിലീസ് ചെയ്തതാണ് 1930. അപ്പോൾ ആ ഒരു സമയം തൊട്ട് ഇതുപോലത്തെ നിരവധി സൗണ്ട് ട്രാക്ക് മൂവീസും അതുപോലെ തന്നെ കളർ ഫിലിംസും ഈ പറയുന്ന ഈ ഡിസ്പ്ലേ ഹൗസസ് അല്ലെങ്കിൽ ഈ ടാക്കീസുകളും ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു വർഷമാണ്. ആൻഡ് പീരീഡ് ഫ്രം 1950 ടു 1960 എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഇറയാണ്. അതിപ്പോൾ വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഏറ്റവും നല്ല കൊമേഴ്ഷ്യലി അട്രാക്റ്റഡ് അല്ലാത്ത, പ്രോഫിറ്റ് മോട്ടീവിന് വേണ്ടി അല്ലാണ്ട് സിനിമയെ സത്യത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ചേർത്ത് നിർമ്മിച്ച വളരെ പ്ലൈറ്റോണിക് ആയിട്ടുള്ള പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഫിലിംസിൻ്റെ ഒരു പീരീഡാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ. 1961 ഒക്കെ ആകുമ്പോഴത്തേനും ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രോഫിറ്റ് മോട്ടീവായിട്ട് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ തുടങ്ങുന്നു. ബിസിനസ് എന്ന് പറയുന്നൊരു ഫീൽഡായിട്ട് ഫിലിം മാറുന്നൊരു ടൈമാണ് അത്. ആ ഒരു സമയത്ത് തന്നെ പാരലൽ സിനിമകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരേപോലെ തന്നെ സ്റ്റാർഡം, ഒരു ആക്ടേഴ്സ് എന്നുള്ള പദവിയിൽ നിന്നും സ്റ്റാർഡമിലുള്ള പദവിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇയറാണ് 1961 ടു 80s എന്ന് പറയുന്നത്. ആൻഡ് ഫ്രം 80s ടു 2000 എന്ന് പറയുന്നത് ബിഗ് ബഡ്ജറ്റ് മൂവീസും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡിയോ സിസ്റ്റത്തിൽ കുറച്ചുകൂടി ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിലിംസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. ആൻഡ് ഫിലിം ഫ്രം 2000 ടു ദി പ്രസൻറ്റ് എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആയിട്ടുള്ള ടോപ്പിക്കുകളും അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസിനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ട്രെൻഡാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് കമ്മിങ് ടു ദ ഇനീഷ്യൽ ഇന്ത്യൻ അറ്റംപ്റ്റ്സ്, 1899 ഹരിശ്ചന്ദ്ര ഭട്ട്വേക്കറാണ് ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് അതിന് ഒരു റെസ്ലിംഗ് മാച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിക്കുന്നത്. സോ ഫസ്റ്റ് മോഷൻ പിക്ചറായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സാവിദാദ എന്നും കൂടി ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നുണ്ട്. അതിനുശേഷം എഡ്ബി തനവാല ഇതുപോലത്തെ അറ്റംപ്റ്റ്സ് നടത്തുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തിയേറ്റേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടൊരു ഫിലിം ഹൗസസ് ഡെവലപ്പ് ചെയ്തത് 1900 മേജർ മാർവിക്കാണ്. ഇൻഡിജീനിയസ് ആയിട്ടുള്ളൊരു ഫിലിം ഹൗസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് ജംഷഡ്ജി മദൻ എന്ന് പറയുന്ന ഒരാൾ. 1912 ഒക്കെ ആയപ്പോഴത്തേനുമാണ് ആദ്യമായിട്ടുള്ള ഒരു ഫോറിൻ കൊളാബറേഷനിൽ ഒരു മൂവി, സൈലൻറ്റ് മൂവി ക്രിയേറ്റ് ചെയ്യുന്നത്. അത് NG ചിത്രേനെ, RG ടോറിനെയാണ്. പുണ്ടാലിക് എന്നാണ് ആ ഒരു വർക്കിൻ്റെ പേര് തന്നെ. പക്ഷേ
ഇതിൻ്റെ ഒരു കോപ്പീസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ദാദാ സാഹിബ് ഫാൽക്കെയുടെ രാജാ ഹരിശ്ചന്ദ്രയാണ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു സൈലൻറ്റ് മൂവിയായിട്ട് ഇൻഡിജിനിയസ്ലി ബിൽഡ് ആയിട്ടുള്ള സൈലൻറ്റ് മൂവിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഹീ ഈസ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ നോട്ട് ബിക്കോസ് ഓഫ് ഹിസ് ഇമ്മൻസ് കോൺട്രിബ്യൂഷൻ ടു ദ പ്രൊഡ്യൂസിങ് ഓഫ് ഓർ ഡയറക്റ്റിംഗ് ഓഫ് ദ ഫിലിം, ബട്ട് ഓൾസോ ബിക്കോസ് ഒരുപാട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് യങ് ഫിലിം മേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ ക്ലാസിക് സ്റ്റുഡിയോ പോലത്തെ സ്റ്റുഡിയോസ് ഫോം ചെയ്യുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വിളിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ലങ്ക ദഹനാണ് ഫസ്റ്റ് ബോക്സ് ഓഫീസ് ഹിറ്റും. 1916 ആയപ്പോഴത്തേനും ഈ ഒരു ഡെവലപ്മെൻറ്റ്സ് ഒക്കെ കാരണം യൂണിവേഴ്സൽ സ്റ്റുഡിയോ അവരുടെ ഒരു ഏജൻസി ഇന്ത്യയിൽ ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ബൈ 1918 നമുക്ക് 2 ഫിലിം ഹൗസസുകളും കൂടെ ഉണ്ടാവുന്നുണ്ട്. കൊഹിനൂർ ഫിലിം കമ്പനി, പിന്നെ ദാദാ സാഹിബ് ഫാൽക്കേൻ്റെ തന്നെ ഹിന്ദുസ്ഥാൻ സിനിമ ഫിലിം കമ്പനി. ആൻഡ് ദിസ് ഹാസ് എൻ ഇമ്മൻസ് contribution or a remarkable position because it gave a drastic boosting to the development of the film industry. ആൻഡ് ആദ്യമായിട്ട് ഈ പറയുന്ന പോലെ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് സിനിമയുടെ തീമിനെ വളരെ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തൊരു ഇറയാണ് 1920s എന്ന് പറയുന്നത്. അപ്പോൾ 1921 ഫസ്റ്റ് ഒരു ഫിലിം സെൻസർഷിപ്പ് കോൺട്രവേഴ്സി ഉണ്ടാവുന്നത്. അത് ഭക്തവിധൂർ എന്ന് പറയുന്ന ഒരു വർക്ക് ബാൻ ചെയ്യുന്നതോടെയാണ്. ആൻഡ് ഈ ഒരു ഫിലിമിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഇൻകം ജനറേറ്റിംഗ് മീഡിയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് കൂടി ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 1922 കൽക്കട്ടയിലും 1923 ബോംബെയിലുമാണ് ആദ്യമായിട്ട് ഈ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് പിന്നെ നമ്മൾ ഇതുവരെയും കണ്ടിരുന്നത് ഒരു മിത്തോളജിക്കലായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള തീമാണെങ്കിൽ 1920s ഒരു പുതിയ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഇഷ്യൂസ് കൂടി ടേക്കപ്പ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അമർ ജ്യോതിയാണ് ആദ്യമായിട്ട് ഒരു വുമൻ ഇമാൻസിപ്പേഷനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ ടേക്കപ്പ് ചെയ്ത പി ശാന്തറാമിൻ്റെ മൂവി. ആൻഡ് 1926 വെരി ഇമ്പോർട്ടൻ്റ്ലി ഫസ്റ്റ് ഒരു ഫിലിം ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസറായിട്ട് ഒരു ലേഡി കടന്നു വരികയാണ്. അത് ഫാത്തിമ ബീഗമാണ്. അവരുടെ വർക്കാണ് ബുൽബുലി പരസ്ഥാൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ മലയാളത്തിലെ സച്ച് എ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ജെ.സി. ഡാനിയലിനെയും വികടകുമാരനെയും സ്മരിക്കാതെ ഈ ഒരു പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ആവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ സൈലൻറ്റ് ഫിലിമാണ് റോസി എന്ന് പറയുന്ന ഒരു ആദ്യ നായികേനെ നമുക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു വർക്കായിരുന്നു 1913 വികടകുമാരൻ. 1931 ഒരു സൗണ്ട് ട്രാക്കുള്ള മൂവി, ഫസ്റ്റ് സൗണ്ട് ഫിലിം അർദ്ധേസിർ ഇറാനി നിർമ്മിക്കുന്നതോടെ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നതോടെ ഈ ഒരു പുതിയൊരു ഇറ അല്ലെങ്കിൽ പുതിയൊരു എക്സ്പീരിയൻസ് ദാറ്റ് ഇസ് സൗണ്ട് ഇസ് ഇൻട്രൊഡ്യൂസ് ടു ദി ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി. ആൻഡ് അതിൽ ആദ്യമായിട്ട് ഒരു സിനിമ പാട്ടിൽ പാടുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് W.M. ഖാനും ഫേമസ് ആവാണ്. So with this, we will end this session, and we have discussed about the position of Indian film in the world film and the different stages of the development of the Indian film industry and the initial attempts, both foreign and the indigenous attempts, ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. And that's it. Thank you.